കണ്ടു. സംസാരിച്ചോ? എന്തു പറഞ്ഞു? കുറ്റബോധമായിരിക്കും ആ മനസ്സിലിപ്പോ, അല്ലേ? ജീവിതം ആഘോഷിച്ച മനുഷ്യനാണത്. സ്വന്തം സന്തോഷത്തിനും സുഖത്തിനും വേണ്ടി സർവ്വതും ചവിട്ടി മെതിച്ച് തിമിർത്താടി കടന്നുപോയ പാഴ് ജന്മം. പിന്നിട്ട വഴികളിൽ ചവിട്ടി മെതിച്ച് കരിച്ചു കളഞ്ഞ ജീവിതങ്ങളെക്കുറിച്ച് അയാൾ ചിന്തിച്ചിട്ടില്ല. എന്റെ പാവ അമ്മ പറഞ്ഞിട്ടുണ്ട് എന്നോട് കഥ. ഭാര്യ എന്ന സ്ഥാനവും അവകാശവും അധികാരവും അല്ല ആ ദുഷ്ടനോട് അമ്മ യാചിച്ചത്. അയാൾക്ക് പിറന്ന ഞാൻ ഉൾപ്പെടെയുള്ള മക്കൾക്ക് വിശപ്പ് മാറ്റാനുള്ള വഴിക്ക് വേണ്ടിയാ കൈ നീട്ടിയത്. പരിഗണിച്ചില്ല. പകരം അടുത്ത ഇരയെ തേടി അയാൾ പോയി. വൃത്തികെട്ടവൻ. വേണ്ട, ഇനിയൊന്നും പറയണ്ട. ഇത് ഈശ്വര നിയോഗമാണെന്ന് വിചാരിച്ചാൽ മതി. ശരിയാ എന്തിനേട്ടാ, ഗതികെട്ട ഈ അവസ്ഥയിൽ എനിക്ക് കൂടി അവകാശപ്പെട്ട ഈ ബോട്ടിന്റെ അടുക്കളയിൽ അയാൾ എത്തിയെങ്കിൽ ഇത് ദൈവം എനിക്ക് തന്ന അവസരം. എന്തിന്? പ്രായമാകാത്ത പ്രായത്തിലും മനസ്സ് നിറച്ച് പകയുമായി ആ മനുഷ്യനെ തേടി ഞാൻ വരുന്നത് കൊന്നു പ്രതികാരം ചെയ്യാനായിരുന്നു. സ്വന്തം അച്ഛനെ കൊന്നവനെന്ന പേരുദോഷം ഞാൻ സഹിച്ചോളാം. ചെയ്യട്ടെ. ഒരു ശാപം എനിക്ക് കിട്ടില്ല. ദൈവം കോപിക്കുകയില്ല. എന്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു സൽക്കർമ്മം മാത്രമായിരിക്കും അത്. എന്നിട്ട് അത്രയെങ്കിലും ചെയ്യേണ്ട എന്തിനാ ഞാൻ നിന്റെ ആരാ? പറ, ആരാ ഞാൻ? വളരെ എളുപ്പം പറയാം. ഞാൻ ഒരുപാട് തെറ്റിദ്ധരിച്ച എന്റെ ദൈവം, എന്റെ പെങ്ങളുടെ ജീവന് പകരമായി ഞാൻ എടുക്കാൻ തീരുമാനിച്ച ജീവൻ. അതിനുമപ്പുറം അറിയില്ല. ഒരു ആത്മബന്ധം അതുണ്ട്. ഉണ്ട്. എന്താ ഇവിടെ ഒരു പ്ലാനിങ്? സംഗതി സീരിയസ് ആണെന്ന് തോന്നുന്നല്ലോ. അതെ, ഇതുപോലൊരു ബോട്ട് വാങ്ങിച്ചാലോന്ന് ചോദിക്കായിരുന്നു ധർമ്മനോട്. അത് നല്ലതാ. ഞാൻ ഒറ്റയ്ക്കല്ല. ഇനി മുതൽ അങ്ങോട്ട് ധർമ്മനെ ഞാൻ എന്റെ പാർട്ട്ണറാക്കാൻ പോവാ. കൊള്ളാം. കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്ന് പറഞ്ഞ പോലാവും. ഒരച്ചിൽ വാർത്തെടുത്ത സ്വഭാവമാണല്ലോ രണ്ടിനും. വെട്ടൊന്നും മുറി രണ്ട്. വെട്ടിന്റെയും കുത്തിന്റെ ഒക്കെ കഥയാണല്ലോ. ലിലിക്കുട്ടി എവിടെ? ആള് നല്ല ഫോമില. കള്ളു കുടിച്ചില്ലേ? വേണ്ടാന്ന് പറഞ്ഞ കേക്കില്ല. അതിലൊന്നും ഒരു കുഴപ്പമില്ലടാ സുബ്രഹ്മണ്യ. അടിച്ചു പൊളിച്ച് കുടിച്ചും കഴിച്ചും ആഘോഷമാക്കാനല്ലേ നമ്മളിവിടെ വന്നത്, അല്ലേ? എന്നാലും ഒരെന്നാലും ഇല്ല. കഴിഞ്ഞതൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു. തെറ്റുകൾ പലതും തിരുത്താനും ആവില്ല. പിന്നെന്താ, ഉള്ള ജീവിതം അങ്ങോട്ട് ആഘോഷിക്കുക, ആരെ ഉപദ്രവിക്കാതെ. അല്ലേ ധർമ്മ? അതാണ്.
ഇന്ദ്രേട്ടാ, ഉം. എന്തു പറ്റി ഒറ്റയ്ക്ക് ഇവിടെ? ഹേയ്, വെറുതെ ഇങ്ങനെ. അത് വെറുതെ എന്തോ ഉണ്ട്. സീതേച്ചിയായിട്ട് പിണങ്ങിയോ? ഹേയ്, ഒന്നുമില്ല സുബ്രു. ഞാൻ വെറുതെ ഇങ്ങനെ പുറത്തേക്ക് നോക്കി നിന്നേ ഉള്ളൂ. മുഖത്തൊരു വിഷമമുണ്ട്. അല്ല, പുറത്ത് പറയാൻ പാടില്ലാത്തതാണെങ്കിൽ പറയണ്ട. ഈ മുഖത്തുനിന്നറിയാം പറയാൻ മടിയുണ്ടെന്ന്. ശല്യപ്പെടുത്തിയെങ്കില് സോറി. ഞാൻ പോയേക്കാം. ശരി സുബ്രു. ആ. ധർമ്മനവിടെ? ധർമ്മൻ? അല്ല, പുള്ളി എവിടെയെങ്കിലും കണ്ടില്ലല്ലോ. ഞാൻ ഇവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരമായെന്നറിയോ? എന്തായിരുന്നു ഇത്ര വലിയ ചിന്ത? എന്തോ വല്ലാത്തൊരു ക്ഷീണം. ഇത് വളരെ പെട്ടെന്നുണ്ടായ ഒരു ക്ഷീണമാണല്ലോ. കായൽ കാറ്റടിച്ചിട്ടാണോ? ആയിരിക്കും. ഈ പറയുന്നതിനാണ് കള്ളം എന്ന് പറയുന്നത്. ഞങ്ങളെ കൊണ്ട് ബോട്ടിൽ കയറുമ്പോ ധർമ്മം പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്. ഈ കായലും കടലും ഒക്കെ സ്വന്തമാണെന്ന്, അടുത്തറിഞ്ഞ ആളാണെന്ന്. അങ്ങനെയുള്ള ധർമ്മന്റെ ഈ ശരീരത്തെ തളർത്താൻ സാധാരണ കായൽ കാറ്റ് പോരാ, ഒരു വൻ കൊടുങ്കാറ്റ് തന്നെ വേണ്ടിവരും. അതല്ല, ഒരു പനിയുടെ ലക്ഷണം പോലെ. നോക്കട്ടെ. പിന്നെ ഒരു നോവനിയുടെ ചൂട് പോലുമില്ല. എനിക്ക് മനസ്സിലായി, അസുഖം ശരീരത്തിനല്ല മനസ്സിനാണെന്ന്. ദേ, എന്റെ മോനങ്ങോട്ട് മണിമണി പോലെ പറഞ്ഞേ, എന്താ പ്രശ്നം? ഒന്നുമില്ലെന്നേ. നേരത്തെ പറഞ്ഞു പനിയുടെ ലക്ഷണമാണെന്ന്, ഇപ്പൊ പറയുന്നു ഒന്നുമില്ലാന്ന്. ഇതിലേതാ സത്യം? അല്ല, ഇനി ഏതെങ്കിലും റിലേഷനിൽ ചെന്ന് ചാടിയിട്ടുണ്ടോ ഈ വീരശൂര പരാക്രമി? കോളുമെല്ലാം വന്നോ അവിടുന്ന്? അങ്ങനൊരു സംഭവമേ ഇല്ല. അതത്ര വലിയ തെറ്റൊന്നുമല്ല. അഫയർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാനും പറയാനും ആരും ഇല്ലാന്നൊന്നും കരുതണ്ട. അച്ഛന്റെ അമ്മയുടെയും സ്ഥാനത്ത് നിന്ന് ഞാൻ ഇന്ദ്രേട്ടനും പൊയ്ക്കോളാം പെണ്ണിന്റെ വീട്ടിലേക്ക്. അത് ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ എന്തോ ഉണ്ട്, അതെനിക്ക് മനസ്സിലായി. സുബ്രു ഇതുവരെ ഉറങ്ങിയില്ലേ? അവിടെ ഒരാൾ നല്ല ഫോമിലായിരുന്നു, ഇപ്പൊ ഉറങ്ങിയതേ ഉള്ളൂ. വീണ്ടും കള്ളു കുടിച്ചോ? ഇതൊക്കെ എന്നെ കാണിക്കാൻ വേണ്ടി ചെയ്യണത് സീതേച്ചി, വെറും ഷോ.